ഹലോ, എൻ്റെ കൂട്ടുകാർക്കൊക്കെ എന്താ വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണോ? എനിക്ക് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. വിശേഷം അടുത്ത ആഴ്ച എൻ്റെ മോള് വരും, അതാണ് എൻ്റെ വിശേഷം. അപ്പോൾ നാളെ ഞായറാഴ്ചയല്ലേ, നാളെ ഞായറാഴ്ചയായിട്ട് അപ്പം അച്ഛന് പള്ളിയിൽ പോകും. പുതിയ പള്ളിയിൽ ചാർജ് എടുക്കലൊക്കെ കാരണം പുള്ളിക്ക് സമയം ഉണ്ടാവില്ല. അപ്പം നാളെ തന്നെയല്ല, ഞങ്ങൾക്ക് നാളെ പേത്രത്താന്ന് പറഞ്ഞ ദിവസമാണ്. തിങ്കളാഴ്ച ഞങ്ങൾക്ക് നൊയമ്പ് പിടിക്കും. തിങ്കളാഴ്ചയല്ല, നാളെ വൈകുന്നേരം 6 മണിയോടുകൂടി ഞങ്ങൾക്ക് നൊയമ്പ് പിടിക്കും. അപ്പം ഞാൻ തിന്നു 1 കിലോ ബീഫാട്ടോ. അപ്പോൾ ബീഫ് വാങ്ങിച്ചപ്പോൾ എനിക്ക് തോന്നി ഒന്ന് BDF ഉണ്ടാക്കിയാലോ എന്ന്. അപ്പോൾ അതിന് നല്ല പീസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ നെയ്യുള്ള പീസൊന്നും നമുക്ക് വേണ്ട. ഇത് മാത്രം എടുത്തിട്ട് നമുക്ക് കുക്കറിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പം ഞാൻ അത് കണ്ടിച്ചെടുത്ത് കുക്കറിൽ വേവിച്ചിട്ട് നിങ്ങളെ കാണാം. ഓക്കേ. അപ്പോൾ ഇറച്ചി നുറുക്കി കട്ട് ചെയ്ത് ഞാൻ ഇങ്ങനെ പീസാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് കഴുകിയെടുത്ത് മുളക് പൊടി, അല്പം ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കുക്കറിൽ 1-2 വിസിൽ കേൾക്കുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം. പിന്നെ ഞാൻ ബാക്കിയുള്ളത് നുറുക്കി എടുത്ത് നാളെ ഒരു ബീഫും കൊണ്ടൊരു പെരളൻ ഉണ്ടാക്കി അപ്പത്തിനോ പുട്ടിനോ അങ്ങനെ എന്തെങ്കിലും എടുക്കാം. ഈ കഷ്ണം കളയണം കേട്ടോ, ഇത് വേസ്റ്റാണ്. അപ്പോൾ അതിനങ്ങനെ. പിന്നെ ഇന്നാൾ ഞാൻ വാഗമൺ പോയിപ്പോണ്ടല്ലോ, മസാലയൊന്ന് പൊടിച്ചെടുക്കണം. മസാല ഞാൻ ഇവിടെ പൊടിച്ചെടുക്കാറാണ്. പൊടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മേടിച്ചതാണ്. പക്ഷേ ഉണ്ടല്ലോ, എൻ്റെ കൂട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ സാധനം കണ്ടോ, ഇത് എടനേല. അത് കണ്ടോ, ഈ എടനേലയുടെ പുറമെ വെച്ച് ഇതകത്ത് വെച്ചു. എന്നിട്ട് അവർ ഇങ്ങനെ വെച്ചിട്ട് കുറച്ച് ഇത് ഞാൻ മിക്സിയിൽ ജാറിലേക്ക് ഇട്ട് പൊടിക്കാനായിട്ട് വെച്ചു. അപ്പോൾ ഇതുപോലൊരു പോർഷനും കൂടി ഇങ്ങനെ വെച്ച് അവർ പൊടിഞ്ഞ് നന്നായിട്ട് പാക്ക് ചെയ്ത് തന്നു. അപ്പോൾ ഈ എണ്ണയിൽ ഒരു കാരണവശാലും ഇത് പുറമെ കണ്ടില്ലായിരുന്നു ഞാൻ. ഇതേ പറ്റിപ്പ് കണ്ടോ, ഇങ്ങനെയൊക്കെ മനുഷ്യനെ പറ്റിക്കാൻ നോക്കിയാൽ അങ്ങനെയാണ്. ഞാനങ്ങനെ ഈ പറ്റിക്കലിൽ ചെന്ന് ചാടിപ്പോയി. സാധാരണ അച്ഛനാണെങ്കിൽ പറയും, എന്തിനാ അപ്പോൾ അത് മേടിക്കണേ, തിരിച്ച് മേടിക്കാൻ പാടില്ലെന്ന് ചോദിക്കും. കണ്ടോ, ഇതിപ്പോൾ ഇതിനകത്ത് കുറച്ച് ഉലുവയുണ്ട്, കുറച്ച് പെരിഞ്ജീരകം, കശകശ കുറച്ച്, അങ്ങനെ ബാക്കിയത്തെ പട്ടയും കുരുമുളകും ഏലക്കായും ഒക്കെ കൂടെ ഇട്ട് ഞാൻ പൊടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതൊക്കെ ഒന്ന് പൊടിച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ BDF തയ്യാറാക്കാനുള്ള ബീഫ് ഇവിടെ ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ പിന്നെ നോക്കുമ്പോൾ നമുക്ക് അത് ഫ്രൈ ആക്കുന്ന സമയത്ത് ഇടാം. അല്പം മുളക് പൊടി, കളർ വേണ്ടേ, പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, പിന്നെ ഞാൻ പൊടിച്ച് വെച്ച ഗരം മസാല, അത് അല്പം ഇട്ട് കൊടുക്കാം. കുറച്ചിട്ടാൽ മതി, കുറച്ച് നമുക്ക് പിന്നെ ഇടാം. അപ്പം നിങ്ങൾ ഇനി അങ്ങനെ മേടിക്കുമ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ മേടിക്കാൻ. എനിക്കോ ഇങ്ങനെ പറ്റി, ഞാൻ എൻ്റെ കൂട്ടുകാർക്കത് ഷെയർ ചെയ്താണ്. കണ്ടില്ലേ ആ ഇല അത്രയും ഉണ്ടാക്കി വെച്ച് ബാക്കിയുള്ളവരെ പറ്റിക്കേണ്ട വല്ല കാര്യമുണ്ടോ? കുറേ പേര് മേടിച്ചു കേട്ടോ. ഞങ്ങളന്ന് വാഗമൺ ടൂർ പോയപ്പോൾ കുറേ പേര് ഞങ്ങളത് മേടിച്ചു. ചിലർ 2 പാക്കറ്റ് മേടിച്ചു, ചിലർ 3 പാക്കറ്റ്. ഞാൻ ഭാഗ്യത്തിന് ഒരെണ്ണം മേടിച്ചോളൂ. 1 പാക്കറ്റ് തേയില മേടിച്ചു. പക്ഷെ തേയില നല്ലതായിരുന്നു. അപ്പോൾ നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് വേവിക്കാം. അപ്പം അങ്ങനെ ചിരി വരില്ലടാ. അത് ബീഫ് കിട്ടിയതൊരു വാക്കട തുക്കട കണക്കിരിക്കുന്ന കഷ്ണങ്ങളായിരുന്നു. അപ്പം ഇത് എത്രത്തോളം ശരിയാക്കാൻ പറ്റും നമുക്ക് ശരിയാക്കണമല്ലോ. എൻ്റെ അച്ഛനെ ഞെട്ടിക്കും ഞാൻ. പണ്ടേ ഇവിടെ എൻ്റെ പിള്ളേർ പറയായിരുന്നു, മരിയ നാളെ കൂടെ പപ്പോട് പറഞ്ഞു, പപ്പ ഞാൻ വരുമ്പോൾ BDF മേടിച്ച് തരണം കേട്ടോ എന്ന് പറഞ്ഞു. ഓറഞ്ച് ബേക്കറിയിൽ നിന്ന്. പപ്പ പറഞ്ഞു, അതിനിപ്പോൾ എന്നാ മേടിച്ച് തരാം, വലിയ മീൻ വേണം, പക്ഷേ അവൾ വരുന്നത് നൊയമ്പിൻ്റെ സമയത്താണ്. എന്നാലും പിള്ളേർ വരുമ്പോൾ നമുക്ക്
പറയുമ്പോൾ കേൾക്കാതിരിക്കാൻ പറ്റുമോ? കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് പൊടിഞ്ഞു പോവാതെ നമുക്ക് കട്ട് ചെയ്ത് ശരിയാക്കി വറുത്ത് എടുത്ത് കറുമുറക്കടിക്കാം. ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ: ഇത് കുരുമുളക് കൃഷി ചെയ്തത്, മുളക്, ഉണക്കമുളക്, പെരിഞ്ചീരകം, കോൺഫ്ലവർ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ഇത് നമ്മുടെ ബീഫ് വേവിച്ച വെള്ളത്തിൻ്റെത്, പിന്നെ ഇത് മുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന്. നമുക്കിതൊക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമുക്കിനി ഇത് 2 ടീസ്പൂൺ കോൺഫ്ലവർ ആട്ടോ ഇതിട്ട് കൊടുക്കാം. പിന്നെ കുരുമുളക് അതൊക്കെ ചതച്ചതാണ് കേട്ടോ. പെരിഞ്ചീരകം, മുളക് കൃഷി ചെയ്തെടുത്തത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. എൻ്റെ തന്നെ ഞാൻ തിരിച്ച് ചാവുള്ളൂ കേട്ടോ. ഇത് നല്ല ചീരക വരും. ഇത് നാരങ്ങ നീര് അല്പം, 1 ടീസ്പൂൺ, ഒരുപാടായി പുളി. പിന്നെ ഇത് ബീഫ് വേവിച്ച വെള്ളം. നമുക്കതൊന്ന് പേസ്റ്റാക്കി എടുക്കാം. മുളക് പൊടി ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇത് കളർ കിട്ടും. എരിവിന് മുളക് ചേർത്തിട്ടുണ്ടല്ലോ. ഞാനത് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി ഇത് പൊടിയാതെ വേണം നമുക്കിതൊന്ന് ഇളക്കി ഇതിൽ പുരട്ടിയെടുക്കണം. ഇളക്കിയെടുത്തിട്ട് ഒരു 5-10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്താൽ മതി. എന്നിട്ട് നമുക്കിത് വെളിച്ചെണ്ണയിൽ കോരി കറുമുറക്കടിക്കാം. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അല്പം കൂടെ വെള്ളം ഇന്നത്തേക്കൊന്ന് ചേർക്കട്ടെ. ഇത് കാശ്മീരി മുളകാട്ടോ കളറിന്. കാശ്മീരി മുളകില്ലെങ്കിൽ സാധാ മുളക് പൊടിയാണെങ്കിലും ചേർക്കാം. ഇവനെ നമുക്കൊന്ന് ഇതിലേക്കിട്ട് പൊടിയാതെ ഒന്ന് ഇളക്കിയെടുക്കാം. എൻ്റെ ഇളക്ക് തുടങ്ങുമ്പോൾ പറയും അതിപ്പോൾ പൊടിച്ച് കളയുന്നു. ഭയങ്കര ചൂടാട്ടോ, അസാധ്യ ചൂടാണ്. ചൂടെന്ന് പറഞ്ഞാൽ നമുക്കത് സഹിക്കാൻ പറ്റില്ല. ഇതെല്ലാം ചെയ്തിട്ടുള്ള എനിക്ക് സാമ്രാജ്യത്തിൽ നിന്ന് ഇവിടുന്ന് രക്ഷപ്പെടാൻ. സാമ്രാജ്യം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പുറത്തെ മുറിയിൽ നിന്ന് അപ്പുറത്തെ മുറിയിലേക്കുള്ള ആട്ടോ, അല്ലാണ്ട് വേറൊരു സ്ഥലത്തേക്ക് പോകാനല്ല. നിങ്ങൾ അങ്ങനെയൊക്കെ വിചാരിക്കില്ല കേട്ടോ. ഭയങ്കര ചൂടാക്കണ്ടില്ലേ ഞാൻ വേർത്ത് ഒഴുകണേ. അതിനോട് ഇരിക്കട്ടെ. മിനിറ്റ് നേരം ഇങ്ങനെ ഇരിക്കട്ടെ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ വേറെ സാധനം മേടിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് 2 പേർക്കും. സൂരി തിന്നാൻ മേടിച്ചതാ തണുപ്പ്. പരിപ്പോടെ കഴിച്ചു നോക്കട്ടെ. എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനെ കഴിച്ചിട്ടില്ല കേട്ടോ. പരിപ്പോടെ കട്ടൻ ചായയുടെ കൂടെ കഴിക്കും. പഴം, പുട്ട് അതിനൊക്കെയല്ലേ കഴിക്കുള്ളൂ. പിന്നെ എണ്ണയിൽ പൊരിക്കാൻ സമയമായി. പാത്രം അടുപ്പത്ത് വെച്ച് പാത്രം ചൂടായി. നമുക്ക് ഇനി അവനെ ഒന്ന് പൊരിച്ചെടുക്കണം. എണ്ണ ചൂടായിട്ടോ, നമുക്കിത് ഇട്ട് കൊടുക്കാം. ചൂടായി. അതെ, എല്ലാം കൂടെ ഒന്നിച്ചിട്ടാൽ ചിലപ്പോൾ ഒട്ടിപ്പിടിച്ചാലോ.
അപ്പോൾ നമുക്കത് കുറേശ്ശെ കുറേശ്ശെ ഇട്ടാൽ മതി. നമുക്കൊരു ധൃതിയൊന്നും ഇല്ലല്ലോ. പിന്നെ ഇത് തീ ഏറ്റവും കുറച്ച് വെക്കണം. കുറച്ച് വെച്ചില്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിച്ചത് മസാലയൊക്കെ കത്താനുള്ള സാധ്യതയില്ല. അപ്പോൾ തീ കുറഞ്ഞ് കിട്ടും. നമ്മുടെ ബീഫ് ഫ്രൈ അല്ല ബീഫ് ഏകദേശം ഇവിടെ. അപ്പോൾ ആദ്യമൊട്ടെ ഞാൻ കോരി കേട്ടോ അരി അതൊന്ന് കോരി എടുക്കട്ടെ. വെന്തിട്ടുണ്ട്. നമ്മുടെ പാത്രം ചെറുതായിപ്പോയി. കുഴപ്പമില്ല, നമുക്കിങ്ങനെ ഇട്ടത് പെട്ടെന്ന് വേവും. അടിയിൽ പിടിക്കുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. കണ്ടോ ഒന്നും അടിയിൽ പിടിച്ചിട്ടില്ല. തീ എപ്പോഴും ഏറ്റവും കുറച്ച് വെക്കണം കേട്ടോ. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാലാണ് അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഉള്ളു വേവില്ല, കട്ടിയായിട്ട് കുറച്ചും ചെയ്യും. അപ്പോൾ ക്രിസ്പി ആയിട്ട് തന്നെയാട്ടോ ഇരിക്കണേ. കുറച്ച് വേപ്പിലയും കൂടി ഇതിൻ്റെ കൂടെ ഭംഗി കൂട്ടാൻ നമുക്ക് ചെയ്യാം കേട്ടോ. ചൂട് കണ്ടോ മക്കളെ, എന്തൊരു ചൂടാ. ബാക്കിയുണ്ടായിരുന്ന ബീഫ് ഞാൻ സവാള ഇഞ്ചി പച്ചമുളകൊക്കെ ചേർത്ത് നാളത്തേക്ക് റെഡിയാക്കാൻ കുക്കറിൽ അടപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ ഇരുന്ന് വെള്ളം പറ്റിയപ്പോൾ വേറൊക്കെ. അപ്പോൾ എൻ്റെ BDF ഇവിടെ റെഡിയായി. ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യണം. പിന്നെന്താ ഞാൻ പറയണേ, ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഒന്ന് കടിച്ച് നോക്കട്ടെ. അടിപൊളി, സൂപ്പർ. എരിവുണ്ട് കേട്ടോ. എരിവുണ്ടാ പെരിഞ്ജീരകത്തിൻ്റെ കുരുമുളകിൻ്റെ ടേസ്റ്റാണ്. സൂപ്പർ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ബായ്.